നമസ്കാരം, ഞാൻ അനൂപ് അഗ്നിശർമ്മൻ ആറ്റിങ്ങൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത് വ്യാഴത്തോടു കൂടി എന്തെന്ത് ഗ്രഹങ്ങൾ യോഗം ചേർന്നാൽ ഏതു വിധമാകുന്ന ഫലങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളതായിരുന്നു നമ്മുടെ വിഷയം. നമ്മൾ വ്യാഴത്തോടു കൂടി ശനി, രാഹു, കേതു ഈ ഗ്രഹങ്ങളുടെ യോഗങ്ങളെ പറ്റിയാണ് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ മനസ്സിലാക്കിയത്. ബാക്കി കാര്യങ്ങളിലേക്കും നമുക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് നമ്മൾ ശാസ്ത്രത്തിൽ പറഞ്ഞിരുന്നു ഈ ഭരണമാറ്റത്തെ പറ്റി. ചൊല്ലിടാം ഭൂപതിച്ചാരം. അപ്പോൾ ഭൂപതിക്ക് മാറ്റം ഉണ്ടാകുമെന്ന് നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സർക്കാരിന് മാറ്റം സംഭവിച്ചു. അതിൻ്റെ നിയമമാണ്. ഇതുപോലെ പല കാര്യങ്ങളും രഹസ്യമായ രീതിയിൽ എഴുതി വച്ചിട്ടുണ്ട്. നമ്മളത് മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും ഇന്നതുപോലെയുള്ള അനുഭവങ്ങളായിരിക്കും ഇവിടെ സംഭവിക്കുക. രാഷ്ട്രീയ മേഖലയിലുള്ള പല ആളുകളും, പ്രതിപക്ഷത്തിരിക്കുന്ന ആൾക്കാരും ഭരണപക്ഷത്തുള്ള ആളുകളും ഒക്കെ തന്നെയും ഇതിനു മുമ്പ് തന്നെ നമ്മളെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അവരോട് നമ്മൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഭരണം മാറുമെന്നും ആരാണ് മുഖ്യമന്ത്രിയാകാനായിട്ടുള്ള സാധ്യതയെന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനിപ്പോൾ ഓപ്പണായിട്ടത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകാനായിട്ടൊക്കെ കാരണം വരും. അനാവശ്യമായിട്ടുള്ള കമൻസുകളും ബുദ്ധിമുട്ടുകളൊക്കെ വരാനായിട്ട് കാരണമാകും. അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഇപ്പം നമ്മൾ ഓൾറെഡി വീഡിയോ പറയുന്നത് ഭൂപതിച്ചാരം, രാജ്യത്തിന് രാജഭരണത്തിന് മാറ്റം വരും. ഇപ്പം അത് സംഭവിച്ചു കഴിഞ്ഞു. പിന്നെ ഇതാണ്, എന്നെ നമ്മുടെ വീഡിയോ കണ്ട കുറച്ച് പേരൊക്കെ നമുക്ക് മെസ്സേജ് അയച്ചു. തിരുമേനി അന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ സംഭവിച്ചതിന് അഭിനന്ദനങ്ങളെന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേര്, വളരെ കുറച്ച് പേര് പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്കെപ്പോഴും മറ്റൊരാളെ അഭിനന്ദിക്കുന്നതിനും വളരെയേറെ ബുദ്ധിമുട്ടാണ്. നമ്മളൊരു കാര്യം പറഞ്ഞാൽ അത് ശരിയായിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ പുച്ഛിച്ച് തള്ളും, അല്ല വലിയ വില കൊടുക്കത്തില്ല. എന്നാൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഇപ്പം ചറപറാന്നായിരിക്കും കമൻറ്റുകൾ. അപ്പോൾ നമ്മൾ നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ സക്സസ് ആണെങ്കിൽ അതിന് അംഗീകരിക്കാൻ മടിയാണ്. അതിനൊരു നമ്മുടെ കണക്ക് കൂട്ടുന്നതിനോ അതായത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നമുക്കൊന്ന് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇതങ്ങ് എടുത്തങ്ങ് വൈറലാക്കുക. പണ്ട് ഒരു 10-13 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഇതുപോലെ ഒരു രാഷ്ട്രീയത്തെ പറ്റിയൊക്കെയുള്ള ഒരു സംഭാഷണം ഉണ്ടായിരുന്നു. അതും ഈ രണ്ട് പാർട്ടികൾ അങ്ങോട്ട് ആര് ഭരിക്കുമെന്നുള്ള കാര്യങ്ങളെ പറ്റി. അപ്പോൾ നമ്മളുടെ ഒരു സുഹൃത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ചില സംവാദങ്ങളിൽ നമ്മുടെ സുഹൃത്തിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചില അഭിപ്രായങ്ങൾ പറഞ്ഞു. അന്ന് ഞാൻ ഈ പാസ്റ്റ് ലൈഫ് കർമ്മ കാര്യങ്ങൾ ഞാൻ കൈകാര്യം ചെയ്യുന്നില്ല, നോർമൽ അസ്ട്രോളജിയാണ് അന്ന് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അന്ന് ഈ ഗ്രഹങ്ങളുടെ ചില സ്ഥിതികളെ കൊണ്ട് നമ്മുടെ സുഹൃത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ പറഞ്ഞു ഇദ്ദേഹം ജയിക്കാനായിട്ടാണ് സാധ്യതയുള്ളത് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞ വീഡിയോ സംഭവിച്ചത് ഓപ്പോസിറ്റായിട്ടുള്ള ആളാണ് ജയിച്ചത്. അന്ന് നമ്മളോട് വളരെ സ്നേഹം ഉണ്ടായിട്ടുള്ള ചില വ്യക്തികൾ ഈ വീഡിയോസ് എടുത്ത് ഫേസ്ബുക്കിലൂടെയൊക്കെ പ്രചരിപ്പിച്ച് ഞാൻ അങ്ങ് ബഹിരാകാശത്ത് പോയ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ വെറുതെ ഇരിക്കുന്ന ആൾക്കാർ പോലും മോശം ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടാൽ അതിനെ വളരെയേറെ മോശമാക്കും. എന്നാൽ നമ്മൾ പറഞ്ഞ ഒരു കാര്യങ്ങൾ സക്സസ് ആണെങ്കിൽ അപ്രിസിയേഷൻ ചെയ്യാനായിട്ട് വലിയ മടിയാണ്. ഇതാണ് ഈ ജനങ്ങളുടെ ഏറ്റവും വലിയ പോരായ്മ. എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. നമ്മൾ ആരെങ്കിലും സഹായിക്കുന്നു, ഇപ്പം നമ്മുടെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന എന്തെങ്കിലും പണം
അത് ചില ആൾക്കാരുടെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട്, അല്ലെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ രക്ഷപ്പെടുന്നെങ്കിൽ പെട്ടോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് എന്ത് ചെയ്യും, നമ്മളാലാകുന്ന ചില സഹായങ്ങൾ കൊടുക്കും. ഇത് നമ്മുടെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്നതായിരിക്കും. എന്നിട്ട് നമ്മളുടെ ആവശ്യം വരുമ്പോഴേക്കും നമ്മൾ തിരിച്ചു ചോദിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ചോദിക്കുന്നവർ നമുക്ക് ശത്രുക്കളായിത്തീരും, നമ്മൾ വലിയ തെറ്റുകാരായിത്തീരും. ഇതുപോലെയാണ് നമ്മുടെ ലോകത്തിൻ്റെ അവസ്ഥകൾ. എല്ലാ ആൾക്കാരെയും പറ്റി അല്ല പറയുന്നത്, ഇങ്ങനെയും ആളുകൾ ഉണ്ട്. ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിൽ വ്യാഴവും കേതുവും തമ്മിലുള്ള യോഗം നമ്മൾ മനസ്സിലാക്കി. അടുത്തത് നമ്മൾ വ്യാഴവും സൂര്യനും തമ്മിൽ യോഗം ചേർന്നാൽ അതിൻ്റേതായ ഒരു ഫലം എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പം വ്യാഴവും സൂര്യനും തമ്മിൽ ചേരുന്ന യോഗത്തിനെയാണ് പാസ്റ്റ് ലൈഫ് അസ്ട്രോളജിയിൽ ശിവരാജയോഗം എന്ന് പറയുന്നത്. ഇത് നമ്മൾക്ക് മുമ്പ് കുറേ നാൾക്ക് മുമ്പ് നമ്മളൊരു വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ശിവരാജയോഗത്തെ പറ്റി. അതായത് സൂര്യനും വ്യാഴവും ചേർന്നുള്ള യോഗമാണ് ശിവരാജയോഗം. ഈ യോഗം ഉള്ള ആളുകൾക്ക് സമൂഹത്തിൽ ഏതെങ്കിലും രീതിയിൽ ഒരു നിലയും വിലയും ഒരു ബഹുമാനവും കിട്ടും. ഇവരുടെ വംശത്തിൽ അമ്പലം, കുടുംബക്ഷേത്രം, അല്ലെങ്കിൽ ഇവരുടെ വംശത്തിൽ ക്ഷേത്രത്തിൻ്റെതായ ഭരണക്കാർ, പ്രസിഡന്റ്, സെക്രട്ടറി, ഭരണത്തിലുള്ള ആളുകൾ, ഇങ്ങനെയൊക്കെയുള്ള അധികാര ബന്ധമുള്ള ആളുകളൊക്കെ ഉണ്ടാവും. ഇവർക്കും ഇതേ കർമ്മ ഉണ്ടാവും. ഒരു ക്ഷേത്രത്തിൻ്റെ ബന്ധം ഉണ്ടാവുക, കുടുംബക്ഷേത്രം ഉണ്ടാവുക, അല്ലെങ്കിൽ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള ഒരു പദവി ഉണ്ടാവുക, ഇങ്ങനെയൊക്കെയുള്ള ചില അനുഭവങ്ങൾ ഈ വ്യാഴവും സൂര്യനും തമ്മിൽ യോഗം ചേർന്നാലായിട്ട് അനുഭവം വരും. അതുപോലെ ഇവർ ഭയങ്കര ദാനധർമ്മികളായിരിക്കും. ഇങ്ങോട്ട് വാങ്ങുന്നതിനെക്കാട്ടിലും ഇവർക്ക് അങ്ങോട്ട് കൊടുക്കാനായിരിക്കും താല്പര്യം. ഒരു രാജപ്രൗഢിയായിരിക്കും ഇവർക്കുണ്ടാകുക. എന്താ വേണ്ടേ, എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാലും സമാധാനം ഞാൻ റെഡിയാക്കി തരാം. ഒരു എന്താ പറയുക, ഒരു രാജകീയമായ രീതിയായിരിക്കും ഇവരുടെ സംഭാഷണങ്ങൾ. ഞാൻ ഒന്നും പേടിക്കണ്ട, ഞാനുണ്ട് കൂടെ. അപ്പോൾ ഇവരുടെ മേൽനോട്ടത്തിലൂടെ ആയിരിക്കണം എല്ലാ കാര്യങ്ങളും നടക്കേണ്ടത്. എന്നാൽ ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവരെക്കാട്ടിലും മേളിലായിട്ട് ആരെങ്കിലും കയറുന്നുണ്ടെങ്കിൽ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇവരുടെ ഈഗോ അന്നേരം മുതൽ അടിക്കാൻ തുടങ്ങും. അങ്ങനത്തെ ഒരു നേച്ചറായിരിക്കും സൂര്യനും വ്യാഴവും തമ്മിൽ യോഗം ചേർന്നാൽ ഉണ്ടാകുന്ന ഒരു ഫലം. അതുപോലെ തന്നെ ഇവരുടെ ഈ യോഗമുള്ളവർക്ക് സന്താനങ്ങൾ ജനിച്ചാൽ അവർ നല്ല നിലയിലേക്ക് വരും. ഉയർന്ന നിലയിലേക്ക് വരാനും നല്ല പഠിപ്പ്, നല്ല ഉയർന്ന നിലയിലേക്ക് എത്തിച്ചേരുക, രാഷ്ട്രീയ മേഖലയിലുള്ള ആളുകളായിട്ടൊക്കെ ബന്ധങ്ങളുണ്ടാവുക, ഇവർക്കും ഇതുണ്ടാവും. രാഷ്ട്രീയക്കാരുമായിട്ട്, നാട്ടിലെ പ്രമാണിമാരുമായിട്ടൊക്കെ ഇവർക്ക് നല്ല അടുപ്പമായിരിക്കും. ഇവരും നാട്ടിലെ ഒരു പ്രമാണിയായി തീരാനൊക്കെയുള്ള കർമ്മ വരും. അറിയപ്പെടുന്ന ആളുകളായിത്തീരും ഇവർ. അതുപോലെ തന്നെ വ്യാഴം എന്ന് പറഞ്ഞാൽ ആത്മീയത, സൂര്യൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ. അപ്പോൾ ഇവരുടെ പിതാവ് ഒരു ആത്മീയ കാര്യങ്ങളിൽ നല്ല ഇൻട്രസ്റ്റ് ഉള്ള ഒരു സ്പിരിച്വൽ പേഴ്സൺ ആയിരിക്കും ഇവരുടെ പിതാവ്. വ്യാഴം എന്നാൽ പണം, സൂര്യൻ എന്നാൽ നേർമ. അപ്പം നേരായ റൂട്ടിലൂടെ പണം സമ്പാദിക്കണം, തെറ്റായ റൂട്ടിലൂടെയുള്ള വരുമാനങ്ങളൊന്നും വരാൻ പാടില്ല, ഞാൻ പ്രവർത്തിക്കുന്നത് നേരെ വാ നേരെ പോ എന്നുള്ള ഒരു ചിന്ത ഇവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. തെറ്റായ റൂട്ടിലൂടെ ഇവർ പണം വരാനായിട്ട് അനുവദിക്കത്തില്ല. അങ്ങനെയൊക്കെ ഇവരുടെ കർമ്മയിലുണ്ടെങ്കിൽ ഇവർ ശക്തമായിട്ട് അവർ അതിനെ വിമർശിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്ത ഇവർക്കുണ്ടാവും. വ്യാഴം എന്ന് പറഞ്ഞാൽ ഉയർപ്പടനം, സൂര്യൻ എന്ന് പറഞ്ഞാൽ ഉയർച്ച. അപ്പോൾ ഇവർക്ക് എന്താ ഉണ്ടാവും, പഠനത്തിൽ ഉയർച്ചയുണ്ടാവും, നല്ല വിജയം ഉണ്ടാവും, നല്ല ഡിഗ്രി 2-3 ഡിഗ്രി ഒക്കെ ഉണ്ടാകാനായിട്ടൊക്കെ ഇവർക്ക് കർമ്മ വരും. അതുപോലെ തന്നെ നല്ല പുസ്തകം വായിക്കാനൊക്കെ ഇവർക്ക് ഭയങ്കര താല്പര്യമായിരിക്കും. ഈ വളരെ റയറായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ മേഖല, ആത്മീയം പോലെയുള്ള കാര്യങ്ങൾ,
നല്ല നല്ല നോവലുകൾ, ശാസ്ത്രജ്ഞന്മാരുടേതായ നോവൽസ്, അവരുടെ ജീവചരിത്രങ്ങൾ, ഇതൊക്കെ ഇവർ വായിക്കുകയും മനസ്സിലാക്കുകയും പഠിക്കാനൊക്കെ ഇവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ രാഷ്ട്രീയം, സൂര്യൻ രാഷ്ട്രീയമാണ്. അപ്പോൾ വ്യാഴം എന്ന് പറഞ്ഞാൽ ബഹുമാനം. അപ്പോൾ രാഷ്ട്രീയക്കാർ ഇവരെ ബഹുമാനിക്കും. ഉയർന്ന തലത്തിലുള്ള ആൾക്കാർക്കൊക്കെ ഇവരുമായിട്ടൊരു കണക്ഷൻസും ഇവർക്കൊരു വിലയുണ്ടാവും പൊതുസമൂഹത്തിൽ, രാഷ്ട്രീയ മേഖലയിൽ. ഇവർക്ക് സർക്കാർ മേഖലയുമായിട്ടൊക്കെ ബന്ധം വരാനായിട്ട് കർമ്മ വരും. സർക്കാർ ജോലി കിട്ടാൻ സാധ്യത, ഇവരുടെ വംശത്തിലും സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഇവരുടെ വംശത്തിലുണ്ടാവാനായിട്ടും ഇടവരും. അതുപോലെ തന്നെ ഇവരുടെ വംശത്തിൽ പിന്നെ ഒരു കർമ്മദോഷം എന്ന് പറയുന്നത് ആർക്കെങ്കിലും ഈ തലവ്യാധി, ഇവർക്ക് തന്നെ ശിരസ്സുമായി ബന്ധം, തലവേദന, മൈഗ്രീൻ ടെൻഡൻസി പ്രോബ്ലംസുകൾ, കണ്ണ് പ്രശ്നങ്ങളൊക്കെ വരാനായിട്ട് ഇടവരാം, കണ്ണാടി വെക്കാനുള്ള സാധ്യതകൾ. ഇവരുടെ വംശത്തിൽ ആർക്കെങ്കിലും ക്യാൻസർ രോഗം പോലെയുള്ള ചില വിപത്തുകൾ ഉണ്ടാകാനായിട്ട് കർമ്മ വരേണ്ടി വരും. ഇതൊക്കെ ഇവരുടെ നിയമങ്ങളാണ്. ഈ വൈറസ് രോഗങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ചില അസ്വാസ്ഥ്യങ്ങൾ, പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് ഇവരുടെ വംശത്തിലൊക്കെ ഉണ്ടാവാനായിട്ട് ഇടവരാൻ സാഹചര്യങ്ങൾ വരും. കർമ്മവ്യാധി, മുജ്ജന്മത്തിൽ ചെയ്ത പാപവ്യാധി, അതിന് ക്യാൻസർ പോലെയുള്ള ചില മാറാൻ രോഗങ്ങൾ, അതൊക്കെ ഇവരുടെ കർമ്മയിൽ ഉണ്ടാവാനായിട്ട് ഇടവരും. പിന്നെയെന്ന് പറഞ്ഞാലായിട്ട് സദാ ട്രാവൽ ചെയ്യാനായിട്ട് ഇവർക്ക് ഭയങ്കര താല്പര്യമായിരിക്കും. യാത്ര, എപ്പോഴും യാത്ര ചെയ്യാനായിട്ട് ഇവർക്ക് കർമ്മ വരും. ഒരു സ്ഥലത്ത് ഇവർക്ക് ഇരിക്കാൻ പ്രശ്നം വരില്ല. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണെങ്കിലും വണ്ടി എടുത്തുകൊണ്ട് പുറത്ത് പോയി കഴിച്ചിട്ട് വരാനുള്ള കർമ്മ. അപ്പോൾ യാത്ര ചെയ്ത് നിൽക്കാനുള്ളൊരു കർമ്മയായിരിക്കും ഇവർക്ക് വരിക. ദേശം വിട്ടുപോകാൻ ഇവർക്ക് കർമ്മ വരും. അങ്ങനെയൊക്കെയുള്ള ചില അനുഭവങ്ങൾ ഇവർക്ക് വരേണ്ടതുണ്ട്. സൂര്യനാണ് ബ്രാൻഡ്. അപ്പോൾ ബ്രാൻഡഡ് സാധനങ്ങളായിരിക്കും ഇവർ ഉപയോഗിക്കുക. നല്ലൊരു കലയായിരിക്കും. ചെറിയ കാര്യങ്ങളാണെങ്കിലും അവരൊക്കെ നടക്കുന്ന കണ്ടതൊരു രാജകീയമായ പ്രൗഢിയിലായിരിക്കും ഇവർ നടക്കുക. ബ്രാൻഡായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇവർ യൂസ് ചെയ്യുക. ചെറിയ ഈ ഫുട്പാത്തിൽ നിന്ന് സാധനങ്ങളൊന്നും വാങ്ങിക്കുന്നില്ല. നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളായിരിക്കും ഇവർ യൂസ് ചെയ്യുക. ഇവർക്ക് എപ്പോഴും ഇഷ്ടം ഇവരെ പുകഴ്ത്തിക്കൊണ്ടിരിക്കണം. നിങ്ങൾ അങ്ങനെയാണ് കേട്ടോ, നിങ്ങൾ സൂപ്പറാണ് കേട്ടോ, നിങ്ങളെ കൊണ്ടല്ലാതെ ആർക്കാണിത് പറ്റുക, അങ്ങ് ഇടപെടണം, അങ്ങ് വന്നെങ്കിലേ നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഇവരങ്ങ് ബൂസ്റ്റാവും. ഇവർക്കൊരു പ്രത്യേക ഒരു സന്തോഷമാണ് ഇവരെ പുകഴ്ത്തുന്നത്. പുകഴ്ത്തലിൽ ഇവർ വീട് പോകും. ഇവരെ മോശം പറഞ്ഞാൽ അതോടുകൂടി തീർന്നു. അതുകൊണ്ട് നിങ്ങൾക്കത് പറ്റത്തില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ എന്താ പറ്റാന്ന് പറഞ്ഞാൽ അന്നേ ഒരു അടിച്ചു കളയും. നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ഇതായി തീരുവരും. എന്താ പോയ ഇവരോട് വന്ന് പറയുകയാണ്, അവരെന്നെ തല്ലി എന്നെ ഒന്ന് സഹായിക്കണമെന്നൊക്കെ പറഞ്ഞാൽ വണ്ടിയുടെ പോയേക്കാന്ന് പറഞ്ഞിട്ട് ചോദിക്കാനൊക്കെ ഇവർ പോകും. അങ്ങനെ ഒരു ഭയങ്കര ഒരു പ്രൗഢി രീതിയിലായിരിക്കും ഈ വ്യാഴവും സൂര്യനും തമ്മിൽ യോഗം ചേർന്നാലായിട്ട് ഇവർക്ക് ഉണ്ടാവുക. ഇവർക്ക് ദാനം ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങോട്ട് വാങ്ങിക്കുന്നതിനേക്കാളുപരി ഇവർക്കുള്ള കാര്യങ്ങൾ കൊടുക്കും. ചുമ്മാ ഒന്ന് പുകഴ്ത്തി കൊടുത്താൽ മതി. പോയേക്കാം, വണ്ടിയുടെ ഹോട്ടലിൽ പോയേക്കാന്ന് വെച്ചിട്ട് ഇവർക്ക് നല്ല ഫുഡൊക്കെ ഇവർ വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെയുള്ളൊരു സ്വഭാവമായിരിക്കും ഈ വ്യാഴവും സൂര്യനും യോഗമുള്ള ആൾക്കാരുടെ ഫലം. ഇപ്പം ഈഗോ പാർട്ടികളായിരിക്കും, നല്ല തലക്കനമായിരിക്കും, പക്ഷെ ശുദ്ധരാണ്, നല്ല ബുദ്ധിയുള്ളവരായിരിക്കും, നേർമയോടുകൂടി സഞ്ചരിക്കുന്നവരായിരിക്കും. പക്ഷേ ഇതാണ് പറയുമ്പോൾ അല്പം ഈഗോ ടെൻഡൻസി, ഞാൻ എൻ്റെ എന്നുള്ള ഒരിത് ഇവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളൊരു കർമ്മ കാര്യങ്ങൾ ഇവർക്ക് വരേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഇവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ ഒരു രക്ഷയില്ല. ഇവരെ നമ്മുടെ വേര് വരെ മാന്തിയിട്ടേ ഇവർ പോകത്തുള്ളൂ. ഈ ദ്രോഹിക്കുന്ന ആൾക്കാരെ ഇവർ അകറ്റി മാറ്റും. പിന്നെ അവരോട് സഹകരിക്കാനായിട്ട് ഇവർ പോകത്തില്ല. ആ സഹകരിക്കാൻ പോകത്തില്ല എന്ന് പറഞ്ഞാൽ നല്ല പണിയും കൊടുത്തിട്ടായിരിക്കും ഇവർ തിരിച്ചു വിടുക. ഇങ്ങനെയുള്ളൊരു കർമ്മ യോഗങ്ങളായിരിക്കും വ്യാഴം സൂര്യൻ യോഗം ചേർന്നാലായിട്ട് അനുഭവത്തിൽ വരിക. അപ്പം വ്യാഴം സൂര്യൻ യോഗമുള്ള ആളുകൾ ഞാൻ ഈ പറഞ്ഞ കർമ്മകാര്യങ്ങളൊക്കെ നിങ്ങളുടെ സ്വഭാവ ടെൻഡൻസിയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ ബാക്കി കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാം. നന്ദി, നമസ്കാരം.